മോണ്ടിനെഗ്രോയിലേക്ക് ട്രാവലിംഗായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പേർക്ക് സംശയമുണ്ട്. പുതിയ ഇ വിസ വല്ലതും എടുക്കണോ? അല്ലെങ്കിൽ നമ്മുടെ എക്സ്പയർഡ് ബി ആർ പി കാർഡ് വെച്ചിട്ട് ഇപ്പം നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ അതിനുള്ള ഉത്തരവാണോ ഈ വീഡിയോ. അപ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് തന്നെ ഇ വിസ പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ടാവണം. നമ്മൾ പാസ്പോർട്ടായിട്ട് ലിങ്ക് ചെയ്യുക. എക്സ്പയർഡ് ബി.ആർ.പി കാർഡ് എപ്പോഴും ട്രാവൽ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ വെച്ചേക്കുക. നമ്മൾ ഷെയർ കോഡിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് അല്ലെങ്കിൽ ഒരു സ്ക്രീൻഷോട്ട് കയ്യിലുണ്ടാവണം കേട്ടോ. യു കെയിലെ ഇമിഗ്രേഷനിൽ ചോദിക്കുന്ന കാര്യം നമ്മുടെ ഷെയർ കോഡായിരിക്കും. നമ്മൾ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാൻ നേരത്ത് നമ്മുടെ ഷെയർ കോഡായിരിക്കും പോകുമ്പോഴും വരുമ്പോഴും ചോദിക്കുന്നത്. അപ്പോൾ അത് കയ്യിലുണ്ടെങ്കിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ മോണ്ടിനെഗ്രോയിലെ ഇമിഗ്രേഷനിൽ നമ്മുടെ അടുത്ത് ചോദിക്കാന്ന് പറയുന്നത് ഷെയർ കോഡ്, അതുപോലെ എക്സ്പയർ ആയിട്ടുള്ള ബി.ആർ.പി കാർഡ്, അതുപോലെ ഒബ്വിയസ്ലി നമ്മുടെ പാസ്പോർട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ വേറൊരു കാര്യം കേൾക്കുന്നുണ്ട്, അൽബേനിയയിൽ നിന്ന് ആൾക്കാർ ഡ്രൈവ് ചെയ്ത് മോണ്ടിനെഗ്രോയിലേക്ക് പോകുമ്പോൾ ചില ചെക്ക് പോസ്റ്റുകളിൽ പ്രശ്നമുണ്ടെന്ന്. അതിനെക്കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽസ് ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻ്റ് ആയിട്ട് കൊടുക്കും, മറ്റുള്ളവർക്കൊന്ന് ഉപകാരമാവട്ടെ കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും ഒരു GHIC കാർഡ്, ഗ്ലോബൽ ഹെൽത്ത് ഇൻഷുറൻസ് കാർഡ് എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് ഇനിയിപ്പോൾ എടുക്കാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ട്രാവൽ ഇൻഷുറൻസ്, ചെറിയ പൈസയേ ഉള്ളൂ, 10 അല്ലെങ്കിൽ 15 കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ട്രാവൽ ഇൻഷുറൻസ് എടുക്കാൻ പറ്റും. അപ്പോൾ അത് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഉപകാരമാകും. കാരണം വെച്ചാൽ നമുക്കൊന്നും പ്രഡിക്റ്റബിൾ അല്ല. അവിടെ വെച്ചിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റും മെഡിക്കൽ സഹായമൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വേണം കേട്ടോ. മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കേട്ടോ. താങ്ക് യു സോ മച്ച്.